Hello, good morning. We are starting our new subject, fluid and particle mechanics. Okay, chemical engineering ഒരു മെയിൻ സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് ആൻഡ് പാർട്ടിക്കിൾ മെക്കാനിക്സ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ എഞ്ചിനീയറിങ്ങും ഫ്ലൂയിഡ് റിയാക്ഷൻസും തമ്മിലൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വാസ്റ്റ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ബിടെക് കഴിഞ്ഞ് കെമിക്കൽ എഞ്ചിനീയർ ആയിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്, ഒരു വലിയൊരു ഫീൽഡാണ് ഫ്ലൂയിഡ് റിലേറ്റഡ് ഏരിയ. അതിൽ പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് വരും, മെഷർമെൻറ്റ് വരും, ഫ്ലൂയിഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ ഫ്ലൂയിഡ് റിലേറ്റഡ് വാസ്റ്റ് ഏരിയ വിൽ ബി ദെയർ. വാട്ട് ആൻഡ് വൈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മെക്കാനിക്സ്. ഇപ്പോൾ നമ്മൾ പൊതുവെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പോകുന്നത് എന്താ, എയർ റിലേറ്റഡ് സ്റ്റഡീസ് അല്ലെങ്കിൽ വാട്ടർ റിലേറ്റഡ് സ്റ്റഡീസ്. കാരണം ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, വാട്ടറും ഗ്യാസും ഗ്യാസും ലിക്വിഡാണ്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് പല ഏരിയയിലും സ്പ്രെഡായി കിടക്കുന്ന ഒരു ഫീൽഡാണ്. ഇപ്പോൾ നമ്മൾ എയർ കൺസിഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏവിയേഷൻ. ഒരു ഫ്ലൈറ്റിന് അതിൻ്റെ വിങ്സ് ഡിസൈൻ ചെയ്യുന്നത് ആ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ബേസിലാണ്. ആ ഒരു ഡിസൈൻ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ് റെഡി ആയിരിക്കില്ല. ഈവൻ റോക്കറ്റ്, അങ്ങനെ എന്ത് ഫ്ലൈയിങ് ഒബ്ജക്ട്സിനും ഒരു ഗ്യാസ് മീഡിയത്തിലൂടെ പോകുന്ന സ്റ്റഡീസൊക്കെ റിലേറ്റ് ചെയ്ത് വന്നത് എന്തില്ല, ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഇനി നേരെ ഷിപ്പ്, ടർബൈൻസ് ഒക്കെ വെള്ളത്തിൻ്റെ അടിയിലല്ലേ ടർബൈൻസ് ഉണ്ടാവുക. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യണത് ഈ വാട്ടറിൽ നിന്നുള്ള എനർജി കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റൊട്ടേഷന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ പഠിക്കുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് തന്നെ. ഫ്ലൂയിഡ് മെക്കാനിക്സ്, അപ്പോൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫോഴ്സ് റിലേഷൻ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണല്ലോ മെക്കാനിക്സ്. രണ്ട് തരം ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്. ഒന്ന് ഫ്ലൂയിഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫ്ലൂയിഡ് കൈനറ്റിക്സ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ഫ്ലൂയിഡ്സ് ആയിരിക്കും. കൈനറ്റിക്സ് എന്ന് പറയുന്നത് മൂവിങ് ഫ്ലൂയിഡ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത് ജനറൽ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ചില സമയത്ത് പണ്ട് നിങ്ങൾ ന്യൂസിൽ കാണാറുണ്ടായിരിക്കും, വെതർ ഫോർകാസ്റ്റിൻ്റെ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജ് കാണിക്കും. പല സ്ഥലത്തും ലോ പ്രഷർ അല്ലെങ്കിൽ മൺസൂണൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സൈക്ലോണൊക്കെ വരുന്ന സമയത്ത് ലൊക്കേഷൻ കാണിക്കും നോട്ട് ചെയ്തിട്ട്, ഒരു വിൻഡിൻ്റെ ഫോർമേഷൻ കാണിച്ചിട്ട്. ആക്ച്വലി ആ വിൻഡ് ഫോർമേഷൻ കണ്ടുപിടിച്ചാണത് ഈ ഫ്ലൂയിഡ് സ്റ്റഡി നടത്തിയ ഏതെങ്കിലും ഒരു മാസ്റ്റർ ബ്രെയിൻ ആയിരിക്കും. ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ എയ്ഡോട് കൂടെ തന്നെയാണ് ഈ സൈക്ലോണിൻ്റെ ഫോർമേഷൻ. അത് നമ്മൾ പറയുമല്ലോ, ഇന്ന സൈക്ലോൺ ഇന്ന ദിവസം വരും, അത് ഇത്ര സ്ഥലങ്ങളിലൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. അതൊക്കെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷനിലൂടെയാണ്. നമ്മൾ എത്ര സ്പീഡിലായിരിക്കും അത് നിൽക്കുക, എത്രാമത്തെ ദിവസം അത് ഇന്ന സ്ഥലത്തെത്തും, ഇതെല്ലാം ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ തന്നെ ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു കെമിക്കൽ പ്ലാന്റ് തൊട്ട് വലിയൊരു വെതർ ഫോർകാസ്റ്റിംഗ് കമ്പനിയിൽ വരെ നിങ്ങൾക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഓക്കെ, വാട്ട് ഈസ് ഫ്ലൂയിഡ്? ഓഫ് കോഴ്സ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, സോളിഡ് ആൻഡ് ഫ്ലൂയിഡിൻ്റെ ഡിഫറൻസ് എന്താ, ഫ്ലൂയിഡിന് ഡിഫോം ആവാൻ, അതായത് അതിനൊരു കംപ്ലീറ്റ് ഷേപ്പ് ആയിരിക്കില്ല. കാരണം എന്താ, അതിൻ്റെ പാർട്ടിക്കിൾ ലൂസ് ആണ്. ബോണ്ട് വെൻ കമ്പയർഡ് വിത്ത് സോളിഡ് ദർ ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്, അല്ലേ, ക്ലോസ്ലി പാക്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സഡൻ ബ്രേക്കേജ് ആയിരിക്കില്ല ഉണ്ടാവുക, ഒരു ഷിയർ ഡിഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഫ്ലൂയിഡിൻ്റെ മെയിൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂം ഹൈപ്പോത്തസിസ് എന്താണെന്ന് ഞാൻ വേറൊരു ഫിഗറും കൂടി നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇനി നമ്മൾ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ്, രണ്ട് ഫ്ലൂയിഡ്സാണ് നമ്മൾ ജനറലി അറിയുന്നത്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ലിക്വിഡ്സിൻ്റെ ഗ്യാസിൻ്റെയും പ്രത്യേകതകൾ എന്താ നമുക്കറിയാം. ലിക്വിഡ് എന്ന് പറയുമ്പോൾ വെൻ കമ്പയർഡ് വിത്ത് ഗ്യാസ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻകംപ്രസിബിൾ. നമുക്ക് ഗ്യാസൊക്കെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന LPG ഗ്യാസ് എന്നൊക്കെ പറയുന്നത് എന്താ, പ്രഷറൈസ്ഡ് ആണ്. ആ പ്രഷറിൽ അത് ലിക്വിഡായിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിനെ നമുക്കൊരു നല്ല രീതിയിൽ കംപ്രസ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ ലിക്വിഡ് നിങ്ങൾ കംപ്രസ് ചെയ്യിക്കാൻ പറ്റില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഒരു ലിക്വിഡ് കണ്ടൻറ്റ് ലിക്വിഫൈ ചെയ്ത് അല്ലെങ്കിൽ സോളിഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ കമ്പയർ വിത്ത് ഗ്യാസ് ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആണ്. ഇനി സ്പെസിഫിക് മാസ് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഗ്യാസിന് സ്പെസിഫിക് മാസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് വോളിയം മാസ് വിത്ത് റെസ്പെക്ട് ടു വോളിയം. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അതിൽ ഇപ്പോൾ ഗ്യാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്പേസിലുള്ളൊരു ബോക്സ് എടുത്തു, ആ ബോക്സിലൊരു 3 മോളിക്യൂളേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 3 മീറ്റർ ക്യൂബ് വോളിയം ഉള്ളതിൽ ആകെ 3 മോളിക്യൂളുള്ളൂ. പക്ഷേ നേരെ മറിച്ച് ഞാൻ അതേ 3 മീറ്റർ ക്യൂബ് ഉള്ള ഒരു വോളിയം ഉള്ള ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മോളിക്യൂൾസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും,
30 ആയിരിക്കാം, 300 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് മാസ് എന്ന് പറയുന്നത് ലിക്വിഡ്സിന് ഹൈ ആയിരിക്കും, ഗ്യാസസിന് ലോ ആയിരിക്കും. ഇനി ലിക്വിഡ്സിൻ്റെ വേറെ, ദർ ഇസ് എ ഫ്രീ സർഫസ്. നമ്മൾ ഇനി പഠിച്ചു ചെല്ലുമ്പോൾ മനസ്സിലാവും, നമുക്ക് കാണാൻ പറ്റില്ല. ഒരു വെള്ളത്തിന് എപ്പോഴും എന്താ ഒരു ഫ്രീ സർഫസ് ഉണ്ട്, പക്ഷേ ഒരു ഗ്യാസിന് ഒരിക്കലും നമുക്ക് ഫ്രീ സർഫസ് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി സ്പേസിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, ഇനി ലിക്വിഡ്സിൻ്റെ വേറൊരു ഗുണം, അത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്യാസുമായിട്ട്. ഏത് കണ്ടെയ്നറിലാണ് ഇരിക്കുന്നത്, ആ കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും അത് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ ലിക്വിഡിന് ഒരു ഫ്രീ സർഫസ് ഉള്ള കാരണം ഇപ്പോൾ ഫില്ലാക്കിയില്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ലെവലിൽ വരെ ഫില്ലായി നിൽക്കുള്ളൂ. പക്ഷെ ഗ്യാസ് അങ്ങനെയല്ല, എന്താണോ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ അതിൽ ഫില്ലാവുന്ന രീതിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്യും, അതിൻ്റെ മോളിക്കുലർ ഡിസ്റ്റൻസ് കൂട്ടും. അതാണ് വേറൊരു ഡിഫറൻസ്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പോൾ നേരത്തെ ഓക്കെ, നമ്മളിനി ഫ്ലൂയിഡ് മെക്കാനിക്സിലേക്ക് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ വിത്ത് റെസ്പെക്ട് ടു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താണോ മൂവ്മെൻറ്റ് നടക്കുന്നത് അതിൻ്റെ സ്റ്റഡീസാണ് എന്ത്, മെക്കാനിക്സ്. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡിൽ ഈ ഫോഴ്സ് ആൻഡ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും. ഫസ്റ്റ് ഫ്ലൂയിഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്റ്റേഷനറി സ്റ്റേറ്റിൽ, അതായത് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഫ്ലൂയിഡ് സ്റ്റഡീസാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആ സമയത്തും ഫോഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട്, റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഫ്ലൂയിഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പഠിക്കും. ഇനി ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൽ ആ ഫ്ലൂയിഡ് മോഷൻ, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിൽ എക്സ്റ്റേണൽ ഫോഴ്സിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അതാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. ഈ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിൽ അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആണ് മോസ്റ്റ്ലി. അതായത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഇല്ലെന്നല്ല, പക്ഷേ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ വെൻ കമ്പയർ വിത്ത് അതർ ടു. ഇനി ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഓക്കെ, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷനും സ്റ്റഡി ആയിരുന്നു. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്റ്റഡി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ഫ്ലൂയിഡിലുള്ള ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റിലുള്ള ഫ്ലൂയിഡിൻ്റെ മീതെയുള്ള എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സ്റ്റഡി, കോൺസിക്വൻസ്. ഇനി ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു മോഷനിലിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് അതേ സമയത്ത് ആ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഈ ഫ്ലൂയിഡ് മോഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൂടിയാണ് അതിൽ വന്നത്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ നമ്മൾ പഠിക്കാം. ഓക്കെ, ഇനി കണ്ടിന്യൂ മെക്കാനിക്സ്. ഓക്കെ, നേരത്തെ ഒരു ഫിഗർ ഉണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടിന്യൂ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഇത് സ്റ്റഡീസിലൊക്കെ നമുക്ക് ഉപകാരപ്പെടും. നമ്മളൊരു ലിക്വിഡ് എടുക്കാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്താ ഒരു ഫ്ലൂയിഡ് ഒരിക്കലും നമുക്ക് ഒരു ലെവലിൽ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അതായത് മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ സ്റ്റഡി ചെയ്യണ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല മാക്രോസ്കോപ്പിക് ലെവലിൽ വരാം. മാക്രോസ്കോപ്പിക് ലെവലിൽ ഒരു ലെവൽ കഴിഞ്ഞ് നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എയർ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിക്കും. ഞാനൊരു സാധാരണ റിയാക്ഷനിൽ ഒരു ഗേഷ്യസ് റിയാക്റ്റൻറ്റിൻ്റെ റിയാക്ഷൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ എനിക്കൊരു റിയാക്ഷൻ കൈനറ്റിക് സ്റ്റഡീസൊക്കെ ഞാൻ കണ്ടുപിടി. അത് ലാബിൽ എനിക്കറിയാം മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരാളെ വെച്ചിട്ട് നമ്മൾ ഇപ്പം എന്തൊക്കെയായാലും എല്ലാ ഹ്യൂമൻസിൻ്റെയും സ്റ്റഡി ഒരേ ലെവലിലായിരിക്കുമല്ലോ. അടുത്തണ ഇത് വെച്ചിട്ട് എന്താ പറയുക, ലാബ് വെച്ചിട്ട്. പക്ഷേ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യില്ലേ. ഇപ്പം നമ്മൾ യൂണിവേഴ്സിൽ ഭൂമിയിൽ നിന്ന് ഞാൻ പുറത്ത് പോയി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, അവിടെ ഒരു ടൈം എത്തുമ്പോൾ ഈ കണ്ടിന്യൂം ബ്രേക്ക് ആവും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലിക്വിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ബൾക്കായിട്ടല്ലേ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യണേ ഈ ലിക്വിഡ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് സ്റ്റഡീസ് വരുമ്പോൾ. നമുക്ക് ഒരിക്കലും ഇൻഡിവിജ്വൽ പാർട്ടിക്കിളായിട്ട് പഠിക്കാൻ പറ്റില്ല. എന്നും പറഞ്ഞ് എല്ലാം ഒരു സെറ്റിൽ നമുക്ക് ഉൾക്കൊള്ളിച്ചും പഠിക്കാൻ പറ്റില്ല. നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ എടുത്തിട്ട് അതിൻ്റെ സ്റ്റഡി നടത്താൻ ചെയ്യുക, ഒരു ബൾക്ക് എടുത്തിട്ട്. ഇനി ഒരു മോസ്റ്റ് ഓഫ് ദ കേസ് ഇത് വരെ നടന്നാണ് എല്ലാ റിയാക്ഷനിലും ഈ ബൾക്ക് സ്റ്റഡി എഫക്റ്റീവ് ആയിരുന്നു. കാരണം നമുക്ക് ഈ ബൾക്ക് സ്റ്റഡി എഫക്റ്റീവാന്ന് പറയാൻ കാരണം നമുക്കറിയാം വാട്ടർ മോളിക്യൂൾസിന് അതിൻ്റേതായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തായിരിക്കും അതിൻ്റെ മോളിക്യൂൾസ് നിൽക്കുക. അപ്പം ഞാൻ ഇവിടെ ഒരു ബക്കറ്റിലെടുത്ത വാട്ടർ മോളിക്യൂൾസിൻ്റെ ഡിസ്റ്റൻസും വേറൊരു ലാബിൽ ഞാനൊരു മഗ്ഗിലെടുത്ത വാട്ടർ മോളിക്യൂളിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും.
അപ്പോൾ എനിക്ക് അങ്ങനെ സ്റ്റഡി നടത്തുമ്പോൾ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നില്ല. പക്ഷെ ഒരു ഗ്യാസിൻ്റെ കേസിൽ അങ്ങനെയല്ല. എനിക്ക് ഇവിടെ നിന്ന് റിയാക്ഷൻ നടത്തേണ്ടതായിരിക്കില്ല വേറൊരു സ്ഥലത്തിരുന്ന് വേറെ രീതിയിൽ റിയാക്ഷൻ നടത്തുമ്പോൾ. കാരണം ഇതിനൊരു എക്സ്പാൻഡിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബൾക്കിന് കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ശരിക്കും ഫ്ലൂയിഡ് സ്റ്റഡി എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഉണ്ട് കുറേ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ഈ ഒരു മൈക്രോസ്കോപ്പിക് ഏരിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊരു അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അതിൻ്റെ വോളിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കണത് കേട്ടോ. കണ്ടിന്യൂ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. കണ്ടിന്യൂ മെക്കാനിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോസ്കോപ്പിക് അൺസർട്ടനിറ്റി ലെവലിൽ ഓക്കെ. അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ബേസിക് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂം ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ കണ്ടിന്യൂം മെക്കാനിക്സ് ആണ്. കണ്ടിന്യൂം അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലൂയിഡിന് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ വെച്ചിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫ്ലൂയിഡ് മോളിക്യൂൾസിന് മൂവിങ് എബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ സോളിഡ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്, അതിൻ്റെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷെ ഒരു ഫ്ലൂയിഡ് എടുക്കുമ്പോൾ ഒരു മോളിക്യൂളും മറ്റേ മോളിക്യൂളും തമ്മിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് അല്ലല്ലോ. കാരണം ആ കോൺസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ടാണ് എന്താ പറയുക ആ ഒരു ഫ്ലൂയിഡ് ഫ്ലോ തന്നെ നടക്കണമല്ലോ, ഫ്ലൂയിഡ് പ്രോപ്പർട്ടി അതിൽ വന്നതല്ലോ. അതുകൊണ്ട് ഫ്ലൂയിഡ് സ്റ്റഡി നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സേഫ് സോണിൽ നിന്നിട്ടായിരിക്കും എല്ലാ സ്റ്റഡിയും നടത്താം. 2 ഏരിയയാണ് ഫ്ലൂയിഡ് സ്റ്റഡിയിലുള്ളത്. ഒന്ന് മൈക്രോസ്കോപ്പിക് ഏരിയ, പിന്നെ മാക്രോസ്കോപ്പിക് ഏരിയ. ഈ മൈക്രോസ്കോപ്പിക് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടൈനി ഡ്രോപ്സ് ഓഫ് വാട്ടർ എടുത്തിട്ട് അതിൻ്റെ സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡീവിയേഷൻസ് ആയിരിക്കും നമുക്ക് ഒരു പെർട്ടിക്കുലർ മെക്കാനിക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ കിട്ടാം. ഇനി അതുപോലെ ഞാൻ സ്പേസ് എടുത്തിട്ട് സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ അല്ലേ. അപ്പോൾ വേറെയും ഇറഗുലാരിറ്റീസ് നമുക്ക് ഈ മൈക്രോസ്കോപ്പിക് സ്റ്റഡിയിൽ ഞാൻ നടത്തിയ ഡീറ്റെയിൽസ് ആയിരിക്കില്ല ഈ സ്പേസ് റിലേറ്റഡ് ഏരിയയിൽ ഞാൻ സ്റ്റഡി നടത്തുമ്പോൾ. അപ്പോൾ ഈ 2 ഏരിയയിലും പെടാതെ ഒരു പെർട്ടിക്കുലർ സോണിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കണ്ടിന്യൂം ഏരിയ എടുത്താണ്, അതായത് ബൾക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ബൾക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എ കോമ്പിനേഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് ഒരു ഫ്ലൂയിഡിൻ്റെ. അത് എവിടെയാണെങ്കിലും ഈ ഒരു ബൾക്ക് ആണെന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി മൊത്തം നടത്തിയാണ് ഭൂമിയിൽ. ഇതുവരെയുള്ള എല്ലാ കെമിക്കൽ പ്ലാന്റ്സിലും ഈ ബൾക്ക് എൻറ്റിറ്റി എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നത്. ഇത്രേ ഉള്ളൂ. നമ്മൾ എക്സ്പെരിമെൻറ്റ്സിൽ ഇനി നിങ്ങൾ കുറേ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കും. അതൊക്കെ അറിയണ സമയത്ത് ബൾക്ക് എന്നുള്ളൊരു ടേം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഫ്ലൂയിഡിൻ്റെ, ലിക്വിഡിൻ്റെ, ഗ്യാസിൻ്റെ ആയാലും ലിക്വിഡിൻ്റെ ആയാലും. കാരണം ഈ ബൾക്ക് കൺസെപ്റ്റ് വന്നത് എവിടെ? കണ്ടിന്യൂത്തിൻ്റെ ഒരു മോഡറേറ്റ് ഏരിയയിലാണ്. ഒരിക്കലും മൈക്രോസ്കോപ്പിക് ഏരിയയിൽ നമുക്കത് കറക്റ്റായിട്ട് വരില്ല, മാക്രോസ്കോപ്പിക് ഏരിയയിൽ നമുക്കത് കറക്റ്റായിട്ട് വരില്ല. നമ്മൾ ഏത് ഡെറിവേഷൻ ചെയ്യുമ്പോഴും നമ്മൾ അസംഷൻസ് എടുക്കും. അതായത് ഇതാണ് ഇതിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡിറൈവ് ചെയ്യുക. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എല്ലാ അസംഷൻസിൻ്റെയും ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂം അസംഷൻ ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എടുത്താണ്. അതായത് കൺസിഡറിങ് എ ബൾക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളത് തുടങ്ങുക. നമ്മൾ ഇനി ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ്, മൂവിങ് ഇൻ ടു ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. ഒരു ഫ്ലൂയിഡിന് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. ഫ്ലൂയിഡിന് പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സോളിഡിന് പഠിച്ച രീതിയിലായിരിക്കില്ല ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി സ്റ്റഡി നടത്താൻ പറ്റുക. ഓക്കെ, ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി, വേപ്പർ പ്രഷർ, സ്പെസിഫിക് വോളിയം. ഇത് കൂടാതെ കംപ്രസിബിലിറ്റി, ഇലാസ്റ്റിസിറ്റി, സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താ? മാസ് ബൈ വോളിയം. മാസ് ഓഫ് എ ഫ്ലൂയിഡ് വിത്ത് റെസ്പെക്ട് ടു വോളിയം ഇസ് കോൾഡ് മാസ് ഡെൻസിറ്റി. ഇനി വെയിറ്റ് ഡെൻസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വെയിറ്റ് ആയിരിക്കും. വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ആണ് എന്ത്? വെയിറ്റ് ഡെൻസിറ്റി. അത് ഒമേഗ ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. മാസ് ഡെൻസിറ്റിനെ റോയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതായത് സ്പെസിഫൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. സ്പെസിഫൈ ചെയ്യുന്നത് നമ്മളെങ്ങനെയാണ്? വേറൊരെണ്ണത്തെ കമ്പയർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ആ കമ്പാരിസണിലാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ചെയ്യുക. ഇനി സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഈ വോളിയം വിത്ത് റെസ്പെക്ട് ടു മാസ് ആയിരിക്കും. അതെന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം ഈസ് 1 by സ്പെസിഫിക് ഗ്രാവിറ്റി.
ഇത്രേ ഉള്ളൂ. റെസിപ്രോക്കൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് സ്പെസിഫിക് വോളിയം. നെക്സ്റ്റ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് എന്തോരം നമുക്കൊരു പാർട്ടിക്കിളിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിഫറൻസ് വായിച്ച് പറഞ്ഞല്ലോ, ഏതാ ഗ്യാസ് എന്ന് പറയുന്നത് ഹൈലി കംപ്രസിബിൾ ആണ്, ലിക്വിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ വെൻ കമ്പയർഡ് വിത്ത് ഗ്യാസ്. വെൻ കമ്പയർഡ് വിത്ത് സോളിഡ് ആണെന്നുണ്ടെങ്കിൽ കംപ്രസിബിലിറ്റി ലിക്വിഡിന് കൂടുതലാണ്. ഓക്കെ, ഈ കംപ്രസിബിലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി അതായത് ഇലാസ്റ്റിക്കും കംപ്രസിബിലിറ്റിയും റിവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആണ്, ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ഓക്കെ, അടുത്തത് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താ? റെസിസ്റ്റൻറ്റ് ടു ദ ഫ്ലോ. ഇപ്പോൾ നമ്മൾ ഒരു ഹണി ഒരു 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 സ്ലാൻഡിൽ നമ്മൾ ഒരു ഹണി ഡ്രോപ്പും ഒരു വാട്ടർ ഡ്രോപ്പും വെച്ച് കഴിഞ്ഞാൽ ഹണി ഡ്രോപ്പ് പതുക്കെ ആയിരിക്കും മൂവ് ചെയ്യുക, കാരണം ആ ഫ്ലോയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. വാട്ടർ ഡ്രോപ്പ് വേഗം മൂവ് ചെയ്യും. ഇറ്റ് ഈസ് ഡ്യൂ ടു വിസ്കോസിറ്റി. ഇനി കാപ്പിലാരിറ്റി. കാപ്പിലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെൻസിറ്റിനെ ഡിഫൈൻ ചെയ്തിട്ട് തന്നെ നമ്മൾ ഒരു നാരോ ട്യൂബ് വാട്ടർ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയുടെ ബേസിൽ വാട്ടർ റേസ് അപ്പ് ചെയ്യുകയോ വാട്ടർ ബെൻഡ് ഡൗൺ ചെയ്യുകയോ ചെയ്യും. ഓക്കെ, ഇത് ഇപ്പോൾ ഇതിൽ ഈ ഫിഗറിൽ വാട്ടർ മെർക്കുറി ആണ് കാണിച്ചത്. മെർക്കുറി വന്നപ്പോൾ ഡൗൺ ലിഫ്റ്റ് ചെയ്തു, വാട്ടർ ആയിരുന്നപ്പോൾ അപ്പ് ലിഫ്റ്റ് ചെയ്യണം. ഇതാണ് കാപ്പിലാരിറ്റി. ഇനി ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോഴ്സുകളുണ്ട് ഈ വാട്ടർ മോളിക്യൂൾസ്, ഫ്ലൂയിഡ് മോളിക്യൂൾസ് തമ്മിൽ. അതിന് അഡ്ഹഷൻ എന്ന് പറയും, കൊഹഷൻ എന്ന് പറയും. ഈ അഡ്ഹഷൻ എന്ന് പറയുന്നത് സെയിം മോളിക്യൂൾസ് ആയിരിക്കും, കൊഹഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആയിരിക്കും. ഈ ഇൻട്രാക്ഷൻ വെച്ചിട്ടാണ് കാപ്പിലാരിറ്റി റേസ് ഉണ്ടാവുക. കാപ്പിലറി റേസ് ആണ് എപ്പോഴും പൊതുവെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു വലിയ ബീക്കറിൽ നാരോ ട്യൂബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ലെവൽ റേസ് ചെയ്യണ കാണാം. ഓക്കെ, സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷനും ഈ അഡ്ഹഷൻ ആൻഡ് കൊഹഷൻ മൂലമാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളറിയാം, ഒരു വെള്ളത്തിൻ്റെ മീതെ ഒരു പിന്നിടാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും, താഴ്ന്നു പോവില്ല. നമ്മൾ പണ്ട് പഠിച്ചത് എങ്ങനെയാണ്? വോളിയം ഉണ്ടെങ്കിൽ മാത്രമല്ലേ പൊങ്ങി കിടക്കുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് പിന്നെ താഴെ ഒന്ന് പോവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാട്ടറിൻ്റെ സർഫസിൽ ഒരു ടെൻഷൻ ഉണ്ട്. ഈ ടെൻഷൻ ഉണ്ടാവാൻ കാരണം വാട്ടർ മോളിക്യൂൾസ്, ഈ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾസ് ഇല്ലേ, ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സർഫസിലുള്ള വാട്ടർ മോളിക്യൂളിന് അതിന് സൈഡിലേക്കല്ലേ, അതായത് ലിക്വിഡ് സർഫസിലാണ് അതിൻ്റെ ബൗണ്ടേജ് കുറച്ചുകൂടി ഫിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോളിക്യൂൾ ഇരിക്കുന്ന പോലെ അടുത്തടുത്ത മോളിക്യൂൾസിൻ്റെ അടുത്തടുത്തുള്ള മോളിക്യൂൾസിൻ്റെ ഇൻറ്ററാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊരു സർഫസ് ബൈൻഡിങ് അവിടെ ഫോം ചെയ്യും. ഈ സർഫസ് എൻ്റെ എവിടെയായിരിക്കും? ബീക്കറിൻ്റെ വാളിലായിരിക്കും. അപ്പോൾ അവിടെ ബീക്കറിൻ്റെ വാളും ഈ വാട്ടർ മോളിക്യൂളും തമ്മിലുള്ളൊരു ഇൻറ്ററാക്ഷൻ ഉണ്ട്, അതാണ് അഡ്ഹഷൻ. ഓക്കെ, നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. കൊഹഷൻ ആണ് സെയിം മോളിക്യൂൾസും, അഡ്ഹഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്ററാക്ഷൻ വെച്ചിട്ടാണ് എന്ത് സർഫസ് ടെൻഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതിലൊരു ഇനി സർഫസ് ടെൻഷൻ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒരു ഫോഴ്സ് കൊടുത്താൽ മതി. അതായത് സർഫസിലൊരു, ഇപ്പം നമ്മൾ ആ പിൻ വെച്ച പൊസിഷൻ നിങ്ങൾ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ സർഫസ് ബ്രേക്ക് ചെയ്ത് പോകും. ഓക്കെ, അടുത്തത് വിസ്കോസിറ്റി. വിസ്കോസിറ്റി നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, റെസിസ്റ്റൻറ്റ് ടു ദി ഫ്ലോ. ഇനി ആ റെസിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു പ്രഷറൊക്കെ ഉണ്ടാവും, അതിന് ഡിഫോമിറ്റീസും ഉണ്ടാവും ഫ്ലൂയിഡിൽ. അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫസ്റ്റ് ലോ ആൻഡ് ബേസിക് ലോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രേ ഉള്ളൂ, നമ്മളൊരു ഫോഴ്സ് കൊടുക്കണ അനുസരിച്ചിട്ട് ഫ്ലൂയിഡിൻ്റെ ഇപ്പോൾ ഫ്ലൂയിഡിൽ അതിൻ്റെ ചേഞ്ച് വന്നത് ഷിയർ സ്ട്രെയിൻ റേറ്റ് വെച്ചിട്ടായിരിക്കും. അതായത് ഇപ്പം എൻ്റെ ഒരു ബ്രിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ആ ബ്രിക്കിൽ ഞാനൊരു കൈ വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്കൊരു വ്യത്യാസം തോന്നില്ല, പക്ഷെ ഒരു പെർട്ടിക്കുലർ കറക്റ്റ് ഫോഴ്സാണ് നമ്മളത് കൊടുക്കണമെങ്കിൽ അത് ബ്രേക്ക് ആവും. പക്ഷെ അവിടെ അല്ലാതെ വേറെ സ്ലാൻഡിങ് പൊസിഷനിലേക്കൊന്നും പോകണില്ലല്ലോ. വിത്ത് റെസ്പെക്ട് ടു ടൈം അവിടെ ചേഞ്ച് വരുന്നില്ല. പക്ഷേ ഒരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഫോഴ്സ് കൊടുക്കണ അനുസരിച്ചിട്ട് ടൈം കൂടുന്നതനുസരിച്ച് ഡിഫോർമിറ്റി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഈസ് വിത്ത് റെസ്പെക്ട് ടു ഫ്ലൂയിഡ് ഓൺലി. ഫ്ലൂയിഡിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കണ അനുസരിച്ചിട്ട് ടൈം കൂടുന്നതനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കും. ആ ടൈം കൂടുന്നതനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കേണ്ടത് എന്തുകൊണ്ടാണ്? സ്ട്രെയിൻ കാരണം, ഷിയർ സ്ട്രെയിൻ റേറ്റ്. ഇനി ഇതിൻ്റെ ഇക്വേഷൻ ടൗ ഇസ് ഈക്വൽ ടു മ്യൂ ഡി യു ബൈ ഡി വൈ. ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നത് ഷിയർ റേറ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, പിന്നെ ടൗ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ആൻഡ് മ്യൂ ഇസ് ഈക്വൽ ടു വിസ്കോസിറ്റി.
ഓക്കെ, ഇനി പ്യുവർ വാട്ടറിൻ്റെ മ്യൂ എന്ന് പറയുന്നത് 1 centipoise ആണ്. നെക്സ്റ്റ്, ഇപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി വെച്ചിട്ടാണ് പല പ്രോപ്പർട്ടീസിലുള്ള ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഗ്യാസ് നമ്മൾ സ്റ്റഡി ചെയ്യാം. ഇപ്പം നമ്മൾക്ക് പലതരം ലിക്വിഡ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ ഗമ്മിൻ്റെ പ്രോപ്പർട്ടീസ് അല്ല ഒരിക്കലും വാട്ടർ പ്രോപ്പർട്ടീസ്. ഈ ഗമ്മിന് നമ്മളൊരു പ്രത്യേക കവറാണ് യൂസ് ചെയ്യണേ. വാട്ടർ എടുക്കണ അതേ ട്യൂബിൽ ഒരിക്കലും നമുക്ക് ഗം എടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ പ്രോപ്പർട്ടി വേറെ. അതുപോലെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ലിക്വിഡ്സ് ഉണ്ട്. ഇതെല്ലാം ഫ്ലൂയിഡ് തന്നെയല്ലേ, പക്ഷെ അത് പേസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താ വാട്ടറിൻ്റെ പ്രോപ്പർട്ടി അല്ല അത് കാണിക്കുക. അങ്ങനെ പല പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എന്തുണ്ട്, ഫ്ലൂയിഡ്സ് ഉണ്ട്. അതാണ് ഈ അതിൽ ന്യൂട്ടൺസ് ലോ, അതായത് പ്രഷർ കൊടുക്കുമ്പോൾ ഈ ഷിയർ സ്ട്രെയിൻ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളതിനെ നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയും. അതായത് ഫ്ലൂയിഡ്സ് വിച്ച് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, അതാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. അതിൻ്റെയാണ് ഇപ്പോൾ നിങ്ങൾ ആ ഗ്രാഫിൽ സെൻറ്ററിൽ കൂടെ ഫ്രം ഇനിഷ്യൽ പോയിന്റ് 0 ഒരു സ്ട്രെയിറ്റ് ലൈൻ പോയിട്ടില്ലേ, അത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മ്യൂ ആയിരിക്കും. കാരണം എക്സ് ആക്സിസ് ടോയും വൈ ആക്സിസ് ഡി യു ബൈ ഡി വൈ അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റൻറ്റ് മ്യൂ ആയിരിക്കുമല്ലോ നമ്മുടെ ജനറൽ ഇക്വേഷനിൽ നിന്ന്. ഓക്കെ, ഇനി സ്യൂഡോപ്ലാസ്റ്റിക്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരാം. ഇന്നത്തെ ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിന് ഓരോ എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക, എല്ലാവരും സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ബിങ്ഹാം പ്ലാസ്റ്റിക്, സ്യൂഡോപ്ലാസ്റ്റിക്, ഡയലേറ്റൻറ്റ്, ഈ മൂന്നെണ്ണത്തിനും എക്സാമ്പിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഏതാണ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഇന്നത്തെ ഹോംവർക്കാണ്, സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.